അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന ടിപ്പറുകാരിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് നടത്തിയ കുപ്രസിദ്ധ കുറ്റവാളി അമ്മയ്ക്കൊരു മകൻ സോജുവും കൂട്ടാളി കുട്ടനും അറസ്റ്റിലാകുമ്പോൾ തെളിയുന്നത് കരമനയിൽ വീണ്ടും മാഫിയ ശക്തമായി എന്ന സൂചന. അജിത് കുമാർ എന്ന സോജു, കാലടി സ്വദേശി കുട്ടൻ എന്ന വിഷ്ണു എന്നിവരെയാണ് കരമന പോലീസ് പിടികൂടിയത്. തലസ്ഥാനത്തെ ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങളെ നയിച്ചിരുന്ന സോജു കൊലക്കേസിൽ വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലായി. ജെറ്റ് സന്തോഷ് എന്ന മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ കേസിൽ 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. കേസിൽ പ്രതിയായ ഒളിവിൽ പോയ സോജുവിനെ ഉത്തരേന്ത്യയിൽ വെച്ച് പോലീസ് സാഹസികമായിട്ടാണ് പിടികൂടിയത്. തൂക്കുകയറാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി സോജുവിന് വിധിച്ചത്. അപ്പീൽ പരിഗണിച്ച് സോജുവിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. ജയിലിൽ നിന്നിറങ്ങിയ സോജു വീണ്ടും ഗുണ്ടാ പ്രവർത്തനം തുടങ്ങി. ഗുണ്ടകളെ സംഘടിപ്പിച്ച് കരമന കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ഇതാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളിൽ പ്രതിയാണ് അജിത് കുമാർ. ജയിൽ മോചിതനായ ശേഷം കൂട്ടാളികളുമായി ചേർന്ന് പലരെയും ഭീഷണിപ്പെടുത്തി ഗുണ്ടാ പിരിവ് തുടരുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കാലടി ഭാഗത്ത് മണ്ണ് വ്യാപാരിയോട് ഒരു ലോഡിന് 1000 രൂപ വെച്ച് സംഘം ഗുണ്ടാ പിരിവ് ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ച ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. ഇയാളുടെ പരാതിയിലാണ് കരമന പോലീസിന്റെ അറസ്റ്റ്. അജിത്തിന്റെ വീട്ടിൽ നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. അങ്ങനെ സോജു വീണ്ടും അകത്തായി. പലയിടങ്ങളിൽ നിന്നായി മണ്ണ് കടത്തുന്ന ടിപ്പർ അടക്കമുള്ള ലോറിക്കാരിൽ നിന്ന്